സുഹൃത്തുക്കളെ, അങ്ങനെ മത്സരം 65 മിനിറ്റ് വരെ പുരോഗമിക്കുമ്പോൾ കോങ്കോ ഗോൾ നേടിയത് അർജന്റീന ക്യാമ്പുകളിൽ ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം 50 ഇവിടെ ഒരു 15 രാവിലെ മെസ്സി നേടിയ ഗോളിനെ ആഘോഷിക്കാനുള്ളൊരു സമയം കിട്ടില്ല, കാരണം ഉറങ്ങിപ്പോയി. അത് കണ്ടിക്കണ് ഹൈലൈറ്റ്സില് യൂട്യൂബില്. അപ്പം ഇങ്ങനെയല്ല, നമ്മൾ ഇതേപോലെ ഇങ്ങനെ എന്താ പറയാ ഔങ്ങി ലാസ്റ്റ് 65 മിനിറ്റ് വരെ ഇങ്ങനെ താളിച്ചു നിന്നിട്ടില്ല. നമ്മൾ ഇട്ടിക്കണേ 17 മിനിറ്റിലും ഹാഫ് ടൈമിൽ 2 ഗോൾ ഇട്ടിക്കണേ. നിങ്ങള് ക്രിസ്ത്യാനൊക്കെ എല്ലാരും അവോയ്ഡ് ചെയ്യണം, ആരും മൈൻഡ് കൂടി ആക്കണ്ട. എന്താ പറയുള്ളത്, ക്രിസ്ത്യാനൊന്നും ആരും മൈൻഡ് അണ്ണൻ അതിൽ വെറുതെ ഓടുക. അപ്പോൾ റാഫേലിയോ ഇറങ്ങിയിരിക്കുകയാണ്. പോർച്ചുഗൽ ക്യാമ്പിന് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പം ഹോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ സെമണോയും റാഫേലിയോയും ഇറങ്ങിയ സന്തോഷത്തിലാണ് പോർച്ചുഗൽ ആരാധകർ. ഇപ്പോൾ അതിൻ്റെ ഒരു സമാശ്വാസത്തിലാണ് ഇരിക്കുന്നത്. കോങ്കോ അതിശക്തമായി മുന്നേറുന്നുണ്ടെങ്കിലും കോങ്കോയുടെ ഗോളാഘോഷങ്ങൾ കോങ്കോ നാടിനെയല്ല, പകരം അർജന്റീനയിലെ റൊസാരിയോ തെരുവുകളെയാണ് പിടിച്ചു കുലുക്കിയത് എന്നാണ് എനിക്ക് ഇതിനുള്ള സന്തോഷം എന്ന് മനസ്സിലായത്. അത് റൊസാരിയോ തെരുവിലെ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ്. ആഘോഷ പരിപാടികൾ അർജന്റീനക്ക് വേൾഡ് കപ്പ് കിട്ടിയ സമയത്ത് അജോദിന് അത്ര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് കണ്ടിട്ടില്ല. പോർച്ചുഗലിന്റെ കോങ്കോ ഗോൾ ഇട്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ തൊള്ള കണ്ടത്. അപ്പം എന്തായാലും ബ്രാച്ചുഗൽ ഘടകത്തിന് എതിരാളിയും കണ്ട് ബ്രസീലിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോർച്ചുഗൽക്ക് ഗോൾ കയറിയപ്പം ഉള്ളിലുള്ള ബ്രസീലുകാരെ പുറത്തു വന്നു. പോർച്ചുഗലിനെ ഫുള്ള് ചാമ്പി, ചെക്കന്മാരെ ഫുള്ള് ചാമ്പി, ഇവിടെ ഇരിക്കണോലെല്ലാം ചാമ്പിയിട്ട് ആഘോഷ പ്രകടനങ്ങൾ നടത്തി കളി തിരിപ്പിച്ചു. അപ്പം എന്തായാലും ഇനി കളി 72-ാം മിനിറ്റിൽ എത്തിക്കുകയാണ്. ഇപ്പം നടക്കുന്ന അവസ്ഥ എന്താണ്, പിന്നീട് നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്പൺ ചാൻസും റൊണാൾഡോ മിസ്സാക്കിയതിൻ്റെ സങ്കടത്തിലാണ് ഫാൻസ് ഇവിടെ ഇരിക്കുന്നത്. ബ്ലോക്ക് ഉണ്ട്, അത് ഓപ്പൺ ചാൻസ് അല്ല എന്നാണ്, കോർണർ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 90-ാം മിനിറ്റിലും സമനിലയിലോടുന്ന മത്സരത്തിൽ സന്തോഷിച്ചിരിക്കുന്ന അർജന്റീന ബ്രസീൽ ആരാധകർ. അർജന്റീനയും ബ്രസീലൊക്കെ ഒരമ്മ പറ്റ മക്കളെ പോലെ കിടക്കണതാ. ഒരമ്മ പറ്റ മക്കളെ പോലെ. അതാ ഒരു മണ്ടേ ഒലക്കമലും കിടക്കാമെന്ന് തെളിയിക്കുന്നു അർജന്റീന ബ്രസീൽ ബന്ധം. നമുക്ക് അധികം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു ബന്ധമാണ് ഈ ഒരു ബന്ധം. മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഡാൻസ് ഉണ്ടോ? എവിടെ ഒന്നും കാഴ്ച വെച്ചില്ലല്ലോ. 6 ഗോളാ പറഞ്ഞവിടെ. അണ്ണന് 3 ഗോള് പറഞ്ഞേ. വോയിസ് ഉണ്ട്. കറന്റ് എടുത്തിട്ട് പോയാൽ മതി. ആ വോയിസ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് പോയാൽ മതി. 6 ഗോളം തന്നെ എടുത്ത് കാണിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞല്ലേ ഇതറിയണേ, തള്ളിന്ന് അങ്ങനെ കേട്ടിക്കണേ. പെട്ടിട്ടോ അക്രമം തൊടുത്തിട്ടിരിക്കുന്നു പോർച്ചുഗലുകാർ. കളിച്ച് കഴിക്കാൻ പറ്റില്ല, അപ്പം ആക്രമിക്കാന്ന് വിചാരിച്ചു. അർജന്റീന ആരാധകനെ പരിക്കേൽപ്പിക്കുന്നു. കാഴ്ച അർജന്റീന ആരാധകനെ പരിക്കേൽപ്പിക്കുന്നു.
രണ്ടോ പറഞ്ഞ എടുത്തു വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അജത് കൊണ്ടുപോയി. കേട്ടോ ഫുള്ള് കേട്ടോ. എന്താണ് മത്സരത്തെ കുറിച്ച് എന്താ പറയാ? മത്സരം എന്താന്ന് വെച്ചാല് ലേശം ഡിസപ്പോയിൻറ്റിങ് കഴിഞ്ഞു. ലേശം ഡിസപ്പോയിൻറ്റിങ് കഴിഞ്ഞു. കാരണം ഒരു എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ കളി ഫാസ്റ്റ് ആവണില്ല പോർച്ചുഗലിൻ്റെ. എല്ലാം ഭയങ്കര ഇതൊക്കെ ഉണ്ട്, ടീമൊക്കെ ഉണ്ട്, പക്ഷെ കളി ഫാസ്റ്റ് ആവണില്ല പോർച്ചുഗലിൻ്റെ. നേരെ കുറച്ച് കോങ്കോ ആ സമയത്ത് എന്താ ഈ പോർച്ചുഗലിൻ്റെ സ്ലോ ആവണ ഈ ടൈം നല്ല യൂസ് ചെയ്യുന്നുണ്ട് കോങ്കോ. എന്നുവെച്ചാൽ പോർച്ചുഗൽ ഈ സ്ലോ ആയി കളിക്കണോണ്ട് അത് എടുത്തിട്ട് അങ്ങോട്ട് പ്രഷർ ചെയ്ത് എന്നുവെച്ചാൽ പ്രസ് ചെയ്ത് അങ്ങോട്ട് പന്തെടുത്തോണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. ഞാൻ മോനെ എല്ലാ കൗണ്ടർ അറ്റാക്കിനും നെഞ്ചിടിഞ്ഞ് പുറത്തൊക്കെ നിൽക്കണം. കോങ്കോ കളി മെച്ചപ്പെടാണ്ട് ഈ കളി കളിച്ചാൽ പോരാ. കാരണം പിന്നെ കോങ്കോ നല്ല പിന്നെ ഒന്നും പറയാല്ല ഓലെ, അതായത് അറ്റാക്കിങ് ഒരു രക്ഷയില്ല, കളിക്കാൻ അയക്കണില്ല സത്യം. ഭയങ്കര പ്രസ്സിങ് അതാണ്. അപ്പോൾ നമ്മളിതിന് സാറ്റിസ്ഫൈഡ് അല്ല. കളി മെച്ചപ്പെടണം, കളി നന്നാവണം. തിരിച്ചു വരും